നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. മോദിയും ഇഡിയും പിന്നെ പിണറായിയെ ഒരു കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചേ പറ്റും. യഥാർത്ഥ ജ്ഞാനി, വൈസ് മാൻ. ദർ ഇസ് എ സെയിങ്, intelligent people learn from their own mistake or their own faculty. Fools never learn from their own mistake, but wise people learn from others. പിണറായി കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായിട്ട് ഏറ്റവും കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് അനുകരിക്കുന്നയാളാണ്. മോദി എങ്ങനെ 3 തവണ അവിടെ മുഖ്യമന്ത്രിയായി, പിന്നെ അത് കഴിഞ്ഞ് 2 തവണ പ്രൈം മിനിസ്റ്ററുമായി. അപ്പോൾ ഈ മോദിയുടെ ടെക്നിക്ക് എന്താണെന്ന് പിണറായി ആദ്യകാലം തൊട്ടേ മനസ്സിലാക്കി പഠിച്ച് ആ തന്ത്രങ്ങൾ എടുത്ത് പയറ്റിയാണ് പിണറായി അധികാരത്തിൽ 2016 അധികാരം തൊട്ടേ ഉള്ള സ്വഭാവമാണ്. ജനാധിപത്യത്തെ എങ്ങനെ ഏകാധിപത്യമാക്കി ഭരിക്കാമെന്നുള്ള, വിമർശിക്കുന്നവരെയും കുറ്റം പറയുന്നവർക്കെതിരെ കേസെടുക്കുക, ഫോൾസ് കേസ്. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അവൻ്റെ നിർവചനം അതിനെ വ്യാഖ്യാനിച്ചാൽ മതിയല്ലോ. വേറെന്തെങ്കിലുമായിട്ട്, രാജ്യദ്രോഹമായിട്ടോ അല്ലെ എന്തെങ്കിലും വ്യാഖ്യാനിക്കുക. അങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു NDTV, പ്രണോയ് റോയിയുടെ. ഇന്നെവിടെയും ഉണ്ടോ അത്? ഇന്നത് അഡാനിയുടെ കയ്യിലായിരിക്കും. കേസിന്റെ പുറകെ കേസായി ചാനലിനൊന്നും ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയ എതിരാളികളെ ആണെങ്കിൽ ED പുറകെ വിടുക, EDയെ. എന്നുവെച്ചാൽ അഴിമതി ചെയ്യാത്തവരാരുമില്ല. അപ്പം അഴിമതി കേസ് അല്ലെങ്കിൽ കള്ളപ്പണോ, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചതോ കുഴൽപ്പണം പറ്റിയതോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് EDയെ പുറകെ വിടാം. അപ്പോൾ അവരുടെ തലക്കക്ഷത്തിലാക്കി അവർ ഒതുക്കി നിർത്തുക. അവരെ ഈ കുറ്റകൃത്യം തെളിയണമെന്ന് മോദിക്ക് യാതൊരു ആഗ്രഹമില്ല. 3000 കേസുകൾ കഴിഞ്ഞ് 10 വർഷത്തിൻ്റെ ഇടയിൽ ED രജിസ്റ്റർ ചെയ്തിട്ട് 30 പേര് 1% പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ഒതുക്കാൻ വേണ്ടി ഫയൽ ചെയ്ത കേസുകളാണ്. കേസിന് അവിടെ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നില്ല. നടന്നിട്ടുള്ളവരുടെ പുറകെ ഇടിക്ക് പോകാൻ ചെയ്യാൻ പറ്റത്തില്ല. നിരപരാധികളുടെ അഗൻസ്റ്റ് കേസ് ചാർജ് ചെയ്താൽ നിലനിൽക്കുകയില്ല. അപ്പം ഇവരെയൊക്കെ ചൊൽപ്പടിക്ക് നിർത്തണമെങ്കിൽ ഇവരുടെ എതിരെ വാളെടുക്കണം. പിന്നെ പാർട്ടി ഫണ്ടിലേക്ക് ഇങ്ങനെ കള്ളപ്പണം ഉള്ളവരുടെ കയ്യിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി പണം ഉണ്ടാക്കാനുള്ള വഴിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. അങ്ങനെ 10,000 കോടി രൂപ പല പാർട്ടികൾക്കായിട്ടും കിട്ടി. അത് ഏറ്റവും കൂടുതൽ നാച്ചുറലി ഭരിക്കുന്ന കക്ഷികൾക്കേ കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ അവർക്കല്ല ഇവർക്കെതിരെ, ഈ മുതലാളിമാർക്കെതിരെ കേസെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ കണ്ട് പിണറായി പഠിച്ചു. പിണറായിയെപ്പോലെ ഇന്ന് ഇന്ത്യയിൽ വേറൊരു മുഖ്യമന്ത്രിയില്ല സെൻട്രൽ ഏജൻസിക്കെതിരെ കേസെടുത്ത് അവരെ വരെ നിർത്താൻ. പിണറായി കഴിഞ്ഞ 7 കൊല്ലത്തിൻ്റെ 9 കൊല്ലത്തിൻ്റെ ഇടയിൽ CBIക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, കസ്റ്റംസിനെതിരെ കേസെടുത്തിട്ടുണ്ട്, EDക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, കേന്ദ്ര മന്ത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, R ചന്ദ്രശേഖർക്കെതിരെ, മെമ്പർ ഓഫ് പാർലമെന്റ് BJPയുടെ അതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് കേസെടുക്കുന്നതിൽ പിണറായി വിജയന് യാതൊരു ധൈര്യക്കുറവുമില്ല. ഇപ്പോൾ വീണ വിജയന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി നമ്മുടെ മോദിയുടെ ED. വീണ വിജയനെ ഇടയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്യുക. അഴിമതി കേസിൽ ഇത് പിണറായിയെ വരെ നിർത്താൻ വേണ്ടിയാണ് ഈ കേസെടുക്കുന്നത്. അല്ലാതെ നാട്ടുകാരുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുപോയതോ തിരിച്ചു കൊണ്ടുവരാനല്ല. അപ്പൊ പിണറായിക്കെതിരെയുള്ള സ്വർണ്ണക്കടത്ത് കേസ് നടന്നിട്ടുണ്ടെന്ന് മോദിക്ക് അറിയാമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നതെന്ന് മോദി പറഞ്ഞെങ്കിൽ
ബാക്കി കൂടെ മോദി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ആളെന്ന്. ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ ആർക്കും കള്ളക്കടത്ത് നടത്താൻ പറ്റത്തില്ല, മന്ത്രിയുടെ അറിവില്ലാതെ. അപ്പം മന്ത്രിക്ക് വേണ്ടി, മന്ത്രിയുടെ അറിവെന്ന് വെച്ചാൽ മന്ത്രിക്ക് വേണ്ടി, അത് പിണറായിക്ക് ഒതുക്കാൻ ദൈവം കൊണ്ടു ചെന്ന് കൊടുത്ത ഭാഗ്യമായിരുന്നു കൊടകര കുഴൽപ്പണ കേസ്. BJP 3 കോടി രൂപ BJP ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊണ്ടുവന്നത് വഴി തടഞ്ഞ് കാറുകാർ തട്ടിക്കൊണ്ട് പോയ കേസ്. ആ കേസ് BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. പിടിച്ചു. ആ കേസ് പിന്നെ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ അകത്ത് സുരേന്ദ്രൻ ഇൻവോൾവ് ഉള്ളത്, സുരേന്ദ്രൻ്റെ മകനും. പിന്നെ BJPയുടെ അന്നത്തെ ജില്ലാ ഓഫീസിലുണ്ടായിരുന്ന നേതാവും പറഞ്ഞിട്ടുണ്ട്. ഇത് സുരേന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച് നോട്ടീസും കൊടുത്തു. അതിൻ്റെ തലേദിവസം പിണറായിയെ ഡൽഹിക്ക് വിളിപ്പിച്ചു അമിത്ഷാ. അവിടെ പോയി അമിത്ഷായെ കണ്ട് ഗഡ്കരിയെ കണ്ടപ്പോൾ പറഞ്ഞ് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയേക്കണമെന്ന് പറഞ്ഞു. പിണറായി പറഞ്ഞു, എന്നാൽ എൻ്റെ സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ നമ്മളെ അങ്ങ് ഒഴിവാക്കിയാൽ ഇതും ഒഴിവാക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സുരേന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ. സുരേന്ദ്രനോട് ചായ കുടിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു കടിയുന്ന ഒക്കെയാണ് ചോദിച്ചത്. അതിൻ്റെ അങ്ങനെ സുരേന്ദ്രന് ഒരു കുഴപ്പം പറ്റിയില്ല. പിന്നെ അവർ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തേനും വീണ വിജയൻ്റെ പുറകെ പോയി, നമ്മുടെ CMRLൻ്റെ കാർത്തയുടെ പുറകെ. അപ്പം അവിടെയും പിണറായി വാസ് അഗെയിൻ കോർണേഡ്. അതായത് പിണറായിയെ പിന്നെ മൂലക്കിരുത്താൻ നോക്കും. അന്നവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാണ് ആ കാർത്തയുടെ പുറകെ അങ്ങോട്ട് എല്ലാ ദിവസവും വിളിച്ച് ചോദ്യം ചെയ്യലായിരുന്നു CMRL ഉദ്യോഗസ്ഥരെ, എല്ലാ ഇടിക്കാരും. അങ്ങനെ ചൂടങ്ങ് കയറി. ഇത് കഴിഞ്ഞ് പിണറായി ഇങ്ങനെ നോക്കിയിരിക്കുക, ഇത് എങ്ങനെയാണ് മോദീനെ പിടിച്ചു കെട്ടേണ്ടത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ED ഉദ്യോഗസ്ഥര് കൈക്കൂലി വാങ്ങുമെന്നുള്ള പരാതി കഴിഞ്ഞ ആഴ്ച കിട്ടി. EDയുടെ ഒരു ഓഫീസർ ശേഖർ കുമാർ, EDയുടെ ശേഖർ കുമാറിനെ പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇടനിലക്കാർ മുഖേനയാണ് ഏതാണ്ട് 30 കോടി രൂപയോളം സമാഹരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ED, ഞാൻ നേരത്തെ ആദ്യ തുടക്കത്തിലേ പറഞ്ഞു, 10,000 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെയൊക്കെ കാര്യം ഇരിക്കുന്ന ഇവരുടെ കയ്യിൽ നിന്ന് ഒന്ന് ഇലക്ട്രൽ ഫണ്ടിലേക്ക് കാശ് കിട്ടുക, അല്ലെ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ നിലയ്ക്ക് നിർത്തുക. ഇതിൽ കൂടി നാച്ചുറലി ഏത് കള്ളന്മാരെ കക്കാനായിട്ട് ആൾക്കാരെ വിട്ടാൽ ആ കക്കുന്നവനും അതിൻ്റെ ഷെയർ എടുക്കും. ഇന്ത്യയിൽ ഒരു ഏജൻസി ഇല്ല സിൻസിയറായിട്ട് വർക്ക്. ഇറ്റ്സ് നോട്ട് ഇവൻ എ സിംഗിൾ ഏജൻസി. CBI ആയാലും അതെ, ED ആയാലും അതെ, ക്രൈംബ്രാഞ്ച് ആയാലും അതെ, വിജിലൻസ് ആയാലും അതെ. വിജിലൻസിലോട്ട് കൂടുതൽ വരുന്നവർ ഏറ്റവും കറക്റ്റ് ഒഫീഷ്യൽസാണ് പോലീസിലെ. എന്നുവെച്ചാൽ അവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റിയ വകുപ്പാണ് വിജിലൻസ്. പാവപ്പെട്ടവർക്ക് എവിടെയോ നമ്മുടെ നാട്ടിൽ നീതി കിട്ടുന്നു. പിണറായിക്ക് മോദിയെ വരച്ചവരെ നിർത്താനുള്ള വകുപ്പായി ഇപ്പം EDക്കെതിരെയുള്ള ഈ കേസ്. ഇനിയിപ്പോൾ വീണ വിജയനെ വിട്ടാലേ EDയെ വിടുള്ളെന്ന് പിണറായി പറയും. ഈ ED ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനായിരിക്കും പിണറായിയെ പിന്നെയും ഡൽഹിയിലോട്ട് വിളിപ്പിക്കുന്നത്. എന്തിനാ? EDക്കാർ ഒന്നും ചെയ്യരുതെന്ന് പറയാം. അപ്പം പിണറായി പറയും, എൻ്റെ മോളെയും വിട്ടേരെ, ഞാൻ വിട്ടേക്കാം. അപ്പം ഇതാണ് തൻ്റെ ഉള്ള ഒരു ഭരണകർത്താവിൻ്റെ ബുദ്ധിപൂർവമായ ഇടപെടലും. ഈ ബുദ്ധിപൂർവമായ ഇടപെടലിന് കുറച്ച് ധൈര്യവും വേണം. ഇതൊന്നും എല്ലാവർക്കും കാണത്തില്ല. അരവിന്ദ് കെജ്രിവാളിനെ കണ്ടില്ലേ പിടിച്ച് ജയിലിലിട്ട്. അരവിന്ദ് കെജ്രിവാളിന് BJP മോദിയും കൊടുക്കേണ്ട വഴികളെ പറ്റി അറിയത്തില്ലായിരുന്നു. ഇല്ലേ, അയാളുടെ പോലീസും ഇല്ല, ഡൽഹിയിലെ പോലീസും അയാളുടെ കയ്യിലില്ല. ഇനി ഇതിൻ്റെ വാൽകഷ്ണം, ഈ അന്വേഷണം എങ്ങും എത്തുകയില്ല. പഴയതുപോലെ കൊടകര കുഴൽപ്പണം പോലെ തന്നെ ഇതും തേഞ്ഞു മാഞ്ഞങ്ങ് പോകും. എല്ലാവരുടെയും രാഷ്ട്രീയ ഉദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അജണ്ട. നമ്മുടെ പേരൂർക്കടയിലെ
പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് യുവതിയെ വിളിച്ചിരുത്തി 20 മണിക്കൂർ വെള്ളം പോലും കൊടുക്കാതെ പിടിച്ചു വെച്ചില്ലേ? സാധാരണക്കാർക്ക് എവിടെയാണ് നമ്മുടെ നാട്ടിൽ നീതി? ഏത് അന്വേഷണ ഏജൻസി, ഏത് പോലീസായാലും എല്ലാം രാഷ്ട്രീയക്കാർക്ക് കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഒരു മറയാക്കി അതിനെ കവർ ചെയ്യുക, 4 സൈഡിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ഏജൻസിയായി മാറി. ഇതെന്തിൻ്റെ കുഴപ്പമാണ്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് എന്തെല്ലാം ഇങ്ങനത്തെ അനധികൃതമായ പാവപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുന്ന എല്ലാം നടക്കുമ്പോൾ വിചാരിച്ചു ജനാധിപത്യത്തെയാണ് തിരുത്തേണ്ടത്. ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ള ഏകാധിപതികൾ വരും, അവർക്ക് ഇഷ്ടം പോലെ ഭരിക്കാനും പറ്റും, ഇഷ്ടം പോലെ കക്കാനും പറ്റും, എന്തും ചെയ്യാം. അപ്പം ജനാധിപത്യത്തെ എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.